ചരിത്ര പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷത്തിന് വിശ്വാസികൾ യാത്ര തിരിച്ചു. കണ്ണകിയുടെ ഐതിഹ്യവും ഭദ്രകാളിയുടെ അസുര നിഗ്രഹ കഥയും ഒത്തുചേരുന്ന ഭരണി ഉത്സവത്തെക്കുറിച്ച് ക്യാമറാമാൻ അനൂപ് പുലൻപാടത്തിനൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ പ്രത്യേക വാർത്ത കാണാം. ആഘോഷത്തിന് പിന്നിൽ പ്രധാനമായും കണ്ണകി കോവലൻ ചരിത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണുള്ളത്. ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകിയാണ് കൊടുങ്ങല്ലൂർ അമ്മയെന്നാണ് വിശ്വാസം. എല്ലാ വർഷവും ഭരണി ആഘോഷത്തിനായി പാട്ടുംപാടിയാണ് യാത്ര തുടങ്ങാറ്. ചില വിശ്വാസികൾ നടന്നാണ് യാത്രയെങ്കിൽ മറ്റു ചിലർ വാഹനങ്ങളിലായിരിക്കും യാത്ര. വേഷഭൂഷാദികളോടെയാണ് വെളിച്ചപ്പാട് ഭരണി ഉത്സവത്തിനെത്തുക. കൂടെ പരിവാരങ്ങളും ഉണ്ടാവും. തെരുപ്പാട്ടുപാടിയുള്ള യാത്രയെ അനുഗമിക്കാനും അവ കാണാനും കേൾക്കാനുമായി കാഴ്ചക്കാരെത്താറുമുണ്ട്. ഭരണിപ്പാട്ട് കേൾക്കുക എന്നത് ഒരു സുഖമായി എടുക്കുന്നവരുമുണ്ട്. കണ്ണകിയുടെ ക്രോധത്താൽ മധുരാപുരി ദഹിപ്പിച്ച ശേഷം ക്രോധമടങ്ങാതെ വന്ന കണ്ണകി ചേരനാട്ടിലേക്ക് വരികയും കൊടുങ്ങല്ലൂരിലെ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് മോക്ഷം പ്രാപിക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. ഉത്രട്ടാതിക്ക് പോയി കാവ് നീണ്ടി അശ്വതി ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വരും. തമിഴ്നാട്ടിൽ നിന്നും കണ്ണകി എത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഭരണി ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളായ ഭരണിപ്പാട്ടും കാവുതീണ്ടലും ധാരികാവധവുമായി ബന്ധപ്പെട്ടതെന്നാണ് വിശ്വാസം. ഭദ്രകാളി ധാരികാസുരനെ വധിച്ചതിന്റെ ആഹ്ലാദ പ്രകടനമായ യുദ്ധത്തിൽ ദേവിയെ സഹായിച്ച ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്താനുമാണ് ഭക്തർ അസഭ്യം കലർന്ന പാട്ടുകൾ പാടി ക്ഷേത്രത്തിന് ചുറ്റുമോടി കാവു തീണ്ടുന്നത്. കോഴിക്കല്ല് മൂടലും പ്രധാന ചടങ്ങുകളിലൊന്നാണ്. പ്രതീകാത്മകമായ ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടുകയാണ് പതിവ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കോമരങ്ങൾ ചുവന്ന പട്ടുടുത്ത് വാളും ചിലമ്പുമായി ക്ഷേത്രമുറ്റത്ത് ഒത്തുകൂടുന്നത് ഭരണിയിലെ പ്രധാന കാഴ്ചയാണ്. മാർച്ച് 22-നാണ് ഭരണി ആഘോഷം. ആഘോഷത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് ഭക്തർ വിശദീകരിച്ചു. ഞങ്ങൾ കാലത്ത് പുറപ്പിടിക്കാൻ ഓരോ വീട്ടിലും പോയി വെളിച്ചപ്പാടം മരുന്ന് പുറപ്പിടിച്ച് ഈ സമയമായി അമ്പലത്തിൽ അഴിക്കുളങ്ങര അമ്പലത്തിൽ പോയി അവിടെ നിന്ന് അയ്യപ്പൻ്റെ മുക്ക് കയറിയും അവിടെ നിന്നാണ് വണ്ടി കയറാറുള്ളത്. സാധാരണ ഉത്രട്ടാതിക്ക് പോയി 3 ദിവസമാണ് ഞങ്ങളുടെ കണക്ക്. അശ്വതി കാവ് തീണ്ടി ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ട് വീട്ടിലെത്തും വൈകുന്നേരം. UTV ന്യൂസ്, പാലക്കാട്.